Welcome to BSc Main Physics, Paper 3, Electronics, Semester 5. And we are continuing Unit 5, Feedback and Oscillator Circuits. Unit 5, BSc Main Physics, Electronics Paper 3, Semester 5. And today this is 43rd lecture. 43rd lecture, Advantages of Negative Feedback. Advantages of Negative Feedback. That's the topic of discussion today, BSc Main Electronics paper. So in the previous class, we have studied the meaning of feedback, the feedback principle. And today we see the advantages of negative feedback. Advantages of negative feedback. Negative feedback has some advantages. What are they? ഒരു 6 advantages പറയുന്നത്. The main advantages are: 1. Stabilization of gain. 2. Noise reduction. 3. Improvement of frequency response. 4. Improvement of linearity and signal handling capacity of amplifier. Number 5. Reduction in distortion. And number 6. Change in the input and output impedances. അപ്പോൾ ഒരു ആംപ്ലിഫയർ നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ എന്തെല്ലാം പ്രയോജനമുണ്ട്, എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഉണ്ട്, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എസ്സേയുടെ പാർട്ടാണിത്. എസ്സേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിരുന്നു, ഇവിടെ ഒന്നൊരു വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ഈ അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇമ്പോർട്ടൻ്റ് എസ്സേ. എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ? ഒരു ആംപ്ലിഫയറിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്തൊക്കെയാണ്? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ എൻ ആംപ്ലിഫയർ? ദി അഡ്വാൻറ്റേജസ് ആർ: നമ്പർ 1, സ്റ്റെബിലൈസേഷൻ ഓഫ് ഗെയിൻ വർദ്ധനവ്. നമ്പർ 2, നോയ്സ് റിഡക്ഷൻ. നോയ്സ് ഉണ്ടാകത്തില്ല, നോയ്സ് കുറയും, അൺവാണ്ടഡ് വോൾട്ടേജസ് കുറയും. നമ്പർ 3, ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ് നന്നാകും. നമ്പർ 4, ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ലീനിയാരിറ്റി ആൻഡ് സിഗ്നൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കൂടും, ലീനിയാരിറ്റി മെച്ചപ്പെടും. നമ്പർ 5, റിഡക്ഷൻ ഡിസ്റ്റോർഷൻ ഉണ്ടാകത്തില്ല, നോയ്സ് കുറയുന്ന പോലെ മറ്റ് ഡിസ്റ്റോർഷൻ കുറയും. പിന്നെ ഉള്ളത് ചേഞ്ച് ഇൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപെഡൻസസ്. ഔട്ട്പുട്ട് ഇംപെഡൻസ് സൗകര്യപ്രദമായിട്ട് നമുക്ക് പ്രയോജനമുള്ള രീതിയിൽ മാറ്റപ്പെടും. അപ്പോൾ ഓരോ പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഒന്നാമത്തെ കേസ്, സ്റ്റെബിലൈസേഷൻ ഓഫ് ഗെയിൻ സ്റ്റെബിലിറ്റി ഓർ സ്റ്റെബിലൈസേഷൻ ഓഫ് ഗെയിൻ. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് സ്റ്റെബിലൈസേഷൻ ഓഫ് ഗെയിന് ഒരു സ്റ്റെബിലിറ്റി വരിക. ഗെയിൻ സ്റ്റെബിലിറ്റി എന്ന് പറയും. കാരണം ഒരു നല്ല ആംപ്ലിഫയർ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഗെയിൻ സ്റ്റേബിളായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് വ്യത്യാസം ഉണ്ടാകും. ഒരു ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് ഒരു ഗുഡ് ആംപ്ലിഫയറിൻ്റെ ഒരു എസെൻഷ്യൽ ക്വാളിറ്റിയാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ ഈ ഗെയിൻ സ്ഥിരമായിട്ട് നിൽക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ദ ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ വിത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ബൈ AF ഈസ് ഈക്വൽ ടു A/1 + AM. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. From the relation, it is clear that the gain AF remains constant, stabilized. This can be explained as follows. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തുന്നത് കൊണ്ട് ഗെയിൻ സ്റ്റേബിൾ ആകും, AF കോൺസ്റ്റൻ്റ് ആകും. AF ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് കോൺസ്റ്റൻ്റ് ആകും എന്ന് നമുക്ക് തെളിയിക്കാം. എങ്ങനെയാണെന്ന് നോക്കൂ. when A into M is large, A into M large ആണെങ്കിൽ 1 + A into M is AM, അങ്ങനെ വരുമല്ലോ. അപ്പോൾ ഈ A into M അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ 1 + A into M ഒരു 500 ആണെങ്കിൽ 1 പ്രാധാന്യം ഇല്ല. അപ്പോൾ AM തന്നെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? AF is A/AM എന്ന് വരും. 1 മാറ്റി AM വെട്ടിപ്പോയിട്ട് AF is 1/M. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തുമ്പോൾ AF എന്നുള്ളത് 1/M ആയിട്ട് മാറും. എന്താണ് M? ഫീഡ്ബാക്ക് റേഷ്യോ. That is, the gain depends only on the feedback ratio M, small m, which depends only on the feedback circuit. അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ ഗെയിൻ AF എന്നുള്ളത് 1/AM ആയിട്ട് മാറും, 1/M ആയിട്ട് മാറും.
എമ്മിനെ വിളിക്കുന്ന പേര് ഫീഡ്ബാക്ക് റേഷ്യോ. ഈ റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഫീഡ്ബാക്ക് സർക്യൂട്ടിനെ മാത്രമാണ്. ഫീഡ്ബാക്ക് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് പാസീവ് എലമെൻറ്റ്സ് ലൈക്ക് റെസിസ്റ്റേഴ്സ്. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ ഉള്ളത് റെസിസ്റ്റേഴ്സ് ആണ് പ്രധാനമായിട്ടും. ദ റെസിസ്റ്റേഴ്സ് ആർ ലിറ്റിൽ അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ വേരിയേഷൻ. റെസിസ്റ്റേഴ്സിനെ ടെമ്പറേച്ചർ വേരിയേഷൻ സ്വാധീനിക്കില്ല, കാര്യമായ പ്രവർത്തനമില്ല. സപ്ലൈ വോൾട്ടേജ് എക്സെട്ര. അതായത് ഈ ടെമ്പറേച്ചർ വേരിയേഷനെ കാര്യമായിട്ട് ടെമ്പറേച്ചർ വേരിയേഷൻ, സപ്ലൈ വോൾട്ടേജ് വേരിയേഷൻ ഒന്നും എമ്മിനെ ഫീഡ്ബാക്ക് റേഷ്യോ കാര്യമായി സ്വാധീനിക്കില്ല. ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എനേബിൾസ് ഇറ്റ് ടു സ്റ്റെബിലൈസ് ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ. അപ്പോൾ ദിസ് പ്രോപ്പർട്ടി, അതായത് ഈ ചേഞ്ച് ഇൻ വോൾട്ടേജ് അതുപോലെ തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ ഫീഡ്ബാക്ക് സർക്യൂട്ടിനെ ബാധിക്കാത്തത് കൊണ്ട് ഈ എം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് AF = 1/m കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ സ്റ്റെബിലൈസേഷൻ അറ്റൈൻ ചെയ്യും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നോയ്സ് റിഡക്ഷനാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തുന്നത് കൊണ്ട് ഉള്ള സെക്കൻഡ് അഡ്വാൻറ്റേജ് നോയ്സ് റിഡക്ഷനാണ്. The noise voltage reduces due to negative feedback. നെഗറ്റീവ് ഫീഡ്ബാക്ക് മൂലം നോയ്സ് വോൾട്ടേജ് കുറയും. The noise voltage after negative feedback is given by NF. NF is equal to N/1 + AM. അതായത് നമ്മൾ ഈ ഫീഡ്ബാക്ക് ഗെയിനിൻ്റെ ഇക്വേഷൻ പോലെയാണ് ഈ നോയ്സിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. NF is N/1 + AM കേട്ടോ. താഴെ NM അല്ല, 1 + NM അല്ല, AM എന്നാണ്. Where N is the noise, where N is the noise voltage without feedback. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ വരുന്നതുകൊണ്ട് ഈ നോയ്സ് കുറയും. താഴെ 1 + AM എന്നൊരു വലിയ ടേം വന്നല്ലോ, അപ്പോൾ നോയ്സ് കുറയുകയാണ്. ഇനി അടുത്തത് ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഇത് പ്രത്യേകം ഷോർട്ട് ആൻസറായിട്ട് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദി ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ഫ്രീക്വൻസി റെസ്പോൺസ് ഡ്യൂ ടു നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓർ ബാൻഡ് വിഡ്ത്ത് എൻഹാൻസ്മെൻറ്റ്. ബാൻഡ് വിഡ്ത്ത് കൂടും, ഫ്രീക്വൻസി റെസ്പോൺസ് ഇമ്പ്രൂവ് ചെയ്യും. ബാൻഡ് വിഡ്ത്ത് കൂടും, കൂടുതൽ ഫ്രീക്വൻസി ഈ ആംപ്ലിഫയർ കൈകാര്യം ചെയ്യും. കൂടുതൽ ഫ്രീക്വൻസി റേഞ്ചിൽ ഗെയിൻ സ്ഥിരമായിരിക്കും. ദ ഗ്രാഫ് ബിറ്റ്വീൻ ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ ആൻഡ് ദി ഫ്രീക്വൻസി ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ഈസ് കോൾഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. നമുക്കറിയാം, ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഗ്രാഫ്. രണ്ട് ഗ്രാഫുണ്ട്. ഈ മുകളിൽ കാണുന്ന ഗ്രാഫാണ് സാധാരണ ആംപ്ലിഫയറിൻ്റെ ഗ്രാഫ് വിത്തൗട്ട് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗ്രാഫാണ് മുകളിൽ കാണുന്നത്. താഴെ കാണുന്നത് വിത്ത് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇതൊരു ഫ്രീക്വൻസി റെസ്പോൺസാണ്. ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ വരക്കുന്നത് ഫ്രീക്വൻസി എക്സ് ആക്സിലും ഗെയിൻ വൈ ആക്സിലും എടുത്തിട്ടാണ്. ഫിഗർ ഷോസ് ഫ്രീക്വൻസി റെസ്പോൺസ് വിത്ത് ആൻഡ് വിത്തൗട്ട് ഫീഡ്ബാക്ക്. Frequency response is the graphical representation of the action of amplifier by taking frequency on the x-axis and gain on the y-axis. The top curve is the frequency response without feedback, and the bottom curve is the frequency response with the feedback. It is improved very much. So frequency response is the graph connecting frequency on the x-axis and gain on the y-axis. When negative feedback is given to an amplifier, the frequency response increases. That is, bandwidth increases. നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തുമ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് കൂടും. അതായത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1' ആയിട്ട് കുറയും, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1' ആയിട്ട് കുറയും. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F2 എന്നുള്ള F2' ആയിട്ട് കൂടും. ചുരുക്കത്തിൽ ബാൻഡ് വിഡ്ത്ത് കൂടും. നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഇംപ്രൂവ്ഡ് ആകുകയും ബാൻഡ് വിഡ്ത്ത് കൂടുകയും ചെയ്യും. ചിത്രത്തിൽ F2 - F1 എന്ന് പറയുന്ന ബാൻഡ് വിഡ്ത്ത് അതിനേക്കാൾ വലുതായിരിക്കും F2' - F1' എന്ന് പറയുന്ന പുതുക്കിയ ബാൻഡ് വിഡ്ത്ത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് ഇംപ്രൂവ് ചെയ്തു, താഴത്തെ ഗ്രാഫ് പോലെ. ദിസ് ഈസ് ബിക്കോസ്, അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ്? ദിസ് ഈസ് ബിക്കോസ് ഈ ഫ്രീക്വൻസി റെസ്പോൺസ് മെച്ചപ്പെടുന്നതിന് കാരണം എന്താണ്? ദിസ് ഈസ് ബിക്കോസ് ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ = 1/m. നമ്മൾ പഠിച്ചതാണല്ലോ ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക്.
The value of M is independent of input frequency. ഈ ഫീഡ്ബാക്ക് റേഷ്യോ ഇൻപുട്ട് ഫ്രീക്വൻസി ആശ്രയിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഫ്രീക്വൻസി റെസ്പോൺസ് ഇംപ്രൂവ്ഡ് ആകുന്നത്. ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ ആംപ്ലിഫയർ വിത്ത് ആൻഡ് വിത്തൗട്ട് ഫീഡ്ബാക്ക് ഈ ഷോൺ ദി ഫിഗർ. ഇപ്പം നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയതും നടത്താതെയുമുള്ള വിത്ത് ആൻഡ് വിത്തൗട്ട് ആ രണ്ട് ഗ്രാഫാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആ താഴത്തെ ഗ്രാഫാണ് വിത്ത് ഫീഡ്ബാക്കിൻ്റെ ഗ്രാഫ്. ഇനി ഈ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കുന്നു നോക്കാം. നമുക്ക് ഈ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്തായിട്ട് മാറും, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്തായിട്ട് മാറും നോക്കാം. ആഫ്റ്റർ ഫീഡ്ബാക്ക് ഇത് കട്ട് ഓഫ് ഫ്രീക്വൻസി ചേഞ്ച്. ഫീഡ്ബാക്ക് നടത്തി കഴിഞ്ഞാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി മാറും. The lower cut of frequency becomes f1 dash is f1 by 1 plus am. The lower cut of frequency becomes f1 dash is f1 by 1 plus am. Upper cut of frequency becomes f2 dash is f2 into 1 plus am. അപ്പോൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിക്രീസ് ആകും, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻക്രീസ് ആകും. അപ്പോൾ ഇൻക്രീസ് കാണിക്കുന്ന ഫോർമുല എങ്ങനെയാണ്? f2 ഇൻറ്റു ആണ് കേട്ടോ, f2 ഇൻറ്റു 1 പ്ലസ് am. മറ്റേതാണെങ്കിൽ f1 ബൈ ആണ്. ഇപ്പോൾ ബൈ ഇൻറ്റു വരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് സെപ്പറേറ്റ് ഇക്വേഷനാണ്. അപ്പോൾ ഇത് വെച്ച് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. പുതിയ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ്, പുതിയ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ്? വെൻ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആസ്ക്ഡ് യു ഹാവ് ടു റൈറ്റ് f1 dash is f1 by, and when upper cut of frequency asked you have to write f2 dash is f2 into 1 plus am. അങ്ങനെ എഴുതണം. ഇനി അടുത്തത് ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ലീനിയാരിറ്റി ആൻഡ് സിഗ്നൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി നാലാമത്തെ അഡ്വാൻറ്റേജാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ ഒരു ആംപ്ലിഫയർ ഉണ്ടാകുന്ന ഫോർത്ത് അഡ്വാൻറ്റേജ്, ദാറ്റ് ഈസ് ദി ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ലീനിയാരിറ്റി ആൻഡ് സിഗ്നൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. സിഗ്നൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി, ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, അത് വാക്കൊന്ന് ശരിക്കും വായിക്കണേ. ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, CHS characteristics. Input output characteristics of the amplifier is called input output characteristics of the amplifier is called linearity curve. അപ്പോൾ ഇൻപുട്ട് എക്സ് ആക്സിലും ഔട്ട്പുട്ട് വൈ ആക്സിലും എടുത്തിട്ട് ഒരു ആംപ്ലിഫയറിൻ്റെ ഗ്രാഫ് വരച്ചാൽ അതിനെ വിളിക്കുന്ന പേര് ലീനിയാരിറ്റി കർവ്. അപ്പോൾ ആ കർവ് നോക്കി മനസ്സിലാക്കും. നമ്മൾ എക്സ് ആക്സിൽ വി ഐ, വൈ ആക്സിൽ വി ഒ. ഫീഡ്ബാക്ക് നടത്തിയില്ലെങ്കിൽ ആ ടോപ്പ് ഗ്രാഫ് കിട്ടും, ഫീഡ്ബാക്ക് നടത്തിയാൽ ആ ബോട്ടം ഗ്രാഫ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ബോട്ടം ഗ്രാഫ് കുറച്ചുകൂടി ലീനിയറായിട്ട് മാറുകയാണ്, ലീനിയാരിറ്റി കൂടുകയാണ്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കർവിനെ വിളിക്കുന്ന പേര് ലീനിയാരിറ്റി കർവ്. ദാറ്റ് ഈസ് ഇംപ്രൂവ്ഡ്. ഫിഗർ ഷോസ് ദ ലീനിയാരിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് an amplifier with and without negative feedback. വിത്ത് ആൻഡ് വിത്തൗട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള ഒരു ആംപ്ലിഫയറിൻ്റെ ലീനിയാരിറ്റി കർവ് വരച്ചിരിക്കുകയാണ്. The slope of the curve gives gain. ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. ഈ ലീനിയാരിറ്റി കർവിൻ്റെ സ്ലോപ്പ് ഗെയിൻ തരും. ദാറ്റ് ഇസ് ഗെയിൻ AB is ഡെൽറ്റ BO ബൈ ഡെൽറ്റ VI. ഗെയിൻ കാണുന്നത് അങ്ങനെയാണ്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഫ്രം ദി ഗ്രാഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് the maximum input voltage or the signal handling capacity increases with negative feedback. അപ്പോൾ ഒരു ഗെയിന് ആ കർവ് താഴത്തോട്ട് അത് ലീനിയാരിറ്റി കൂടുമ്പോൾ ഈ സിഗ്നൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കൂടും. ആ കർവിൻ്റെ ആ മാറ്റം മൂലം. ഓൾസോ നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ ഇസ് റെഡ്യൂസ്ഡ്. ഇത് മൂലം ഡിസ്റ്റോർഷൻ, നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന ആ സെക്കൻഡ് കാറ്റഗറി ഡിസ്റ്റോർഷൻ അതും കുറയും. ഇതിനടുത്തത് നമ്മൾ പറയുന്നത് അഞ്ചാമത്തെ അഡ്വാൻറ്റേജാണ്. റിഡക്ഷൻ ഡിസ്റ്റോർഷൻ.
അത് നമ്മൾ ഈ നോയ്സ് വോൾട്ടേജ് പോലെ തന്നെ ആ നോയ്സ് വോൾട്ടേജിൻ്റെ റിഡക്ഷൻ നോയ്സ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ മറ്റു ഡിസ്റ്റോർഷനെല്ലാം അതേ എക്സ്പ്രഷൻ പോലെ നമുക്ക് എഴുതാവുന്നതാണ്, അതേ ഇക്വേഷൻ പോലെ. NF പകരം DF എന്നൊക്കെ കൊടുത്താൽ മതി. Let D be the distortion voltage of an amplifier with gain A. When negative feedback is given, the distortion becomes DF. It is found that DF is D by 1 plus AM, where M is the feedback fraction, that is distortion decreases with the negative feedback. But DF is equal to D by 1 plus AM എന്നാണ് ഇക്വേഷൻ. അപ്പോൾ D ആണ് ഡിസ്റ്റോർഷൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്, DF ആണ് ഡിസ്റ്റോർഷൻ വിത്ത് ഫീഡ്ബാക്ക്. അപ്പോൾ 1 plus AM എന്ന് പറയുന്ന ഒരു ഹയർ ടേം ഒന്നുകൂടി സംഖ്യ താഴെ വരുന്നത് കൊണ്ട് നമുക്ക് കാണാൻ DF കുറവായിരിക്കും. നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ ഡിസ്റ്റോർഷൻ കുറയും. ഇനി വൺ മോർ അഡ്വാൻറ്റേജ്. ഈ അഡ്വാൻറ്റേജ് എല്ലാം കൂടിയാണ് ഒരു എസ്എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ നമ്പർ ഇട്ട് പഠിച്ചിരിക്കണം 6 എണ്ണം. അടുത്തത് ചേഞ്ച് ഇൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപെഡൻസസ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപെഡൻസിൻ്റെ മാറ്റം ഉണ്ടാകും. The negative feedback increases the input impedance and decreases the output impedance. Negative feedback നടത്തിയാൽ ഇൻപുട്ട് ഇംപെഡൻസ് കൂടും, ഔട്ട്പുട്ട് ഇംപെഡൻസ് കുറയും. Of an amplifier, such a change is profitable in practice as the amplifier can then serve the purpose of impedance matching. അതായത് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ ഇൻപുട്ട് ഇംപെഡൻസ് കൂടും, ഔട്ട്പുട്ട് ഇംപെഡൻസ് കുറയും. ഇത് ഇംപെഡൻസ് മാച്ചിങ്ങിൻ്റെ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇംപെഡൻസ് മാച്ചിങ്ങിന് വേണ്ടി നമ്മൾ എമിറ്റർ ഫോളോവർ സർക്യൂട്ടൊക്കെ കൊടുക്കും. ഇപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് നടത്തിയാൽ ആ ഇംപെഡൻസ് മാച്ചിങ് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. എന്താണ് പറയുന്നത് നോക്കിക്ക്, ഡ്യൂ ടു ഇംപെഡൻസ് മാച്ചിങ്, ഡ്യൂ ടു നെഗറ്റീവ് ഫീഡ്ബാക്ക് input impedance is increased and output impedance is decreased. That's advantages. That's the meaning. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ എഴുതിയ എസ്സേ ഇവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എസ്സേ എഴുതിയപ്പോൾ നമ്മളതിൻ്റെ ഫീഡ്ബാക്ക് ഗെയിനിൻ്റെ ഇക്വേഷൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഫീഡ്ബാക്ക് ഗെയിനിൻ്റെ ഇക്വേഷൻ മാറ്റി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ പറയുകയാണ്. വാട്ട് ഈസ് ദി എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് upon the performance of an amplifier? What is the effect of negative feedback on the performance of the amplifier? Substantiate your answer by considering a voltage series feedback circuit. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് സർക്യൂട്ട് വരച്ചിട്ടാണ് അതിന് ഗെയിനൊക്കെ എഴുതിയത്. അത് പറയണം. എന്നിട്ട് ഈ 6 അഡ്വാൻറ്റേജ് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു പ്രധാനപ്പെട്ട എസ്സേയാണ് ഇത്. നമുക്ക് പ്രോബ്ലം ഉണ്ട്, നമ്പർ ഓഫ് പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത് AF is equal to A by 1 plus AM. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ AF is equal to A by 1 minus AM. ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓട്ടോമാറ്റിക്കായി ഓർക്കാം. ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇത് വെച്ച് നമ്പർ ഓഫ് പ്രോബ്ലം ഉണ്ട്. ഒരെണ്ണം എക്സാമിനേഷനെ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തുടരും. That is all. Thank you very much.